സീക്കാറ്റ് പ്രോഗ്രാമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും സാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്കാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ കുളിനീർ സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് 10 കൽപ്പനകളെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നാം സൂചിപ്പിച്ചതുപോലെ ദൈവകൽപ്പനകളെക്കുറിച്ചാണ് നാം പഠിക്കാൻ ശ്രമിക്കുക, ഇല്ലേ? ദൈവപ്രമാണങ്ങളെക്കുറിച്ച് നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളായി നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ദൈവം തന്ന ഈ 10 കൽപ്പനകളാണ്. യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ യഹൂദ ജനതയ്ക്ക് നൽകപ്പെട്ട നിയമങ്ങളാണ് മോശയിലൂടെ. എന്നാൽ ഈശോ മിശിഹ തൻ്റെ പരസ്യജീവിതകാലത്തെ പ്രബോധനങ്ങളിലൂടെ ഈ നിയമങ്ങൾ അത്രയും അനുസരിച്ച് മാതൃക കാണിക്കുകയും ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ തൻ്റെ ശിഷ്യരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതിനാൽ 10 കൽപ്പനകൾ നമുക്കും ബാധകമായ കൽപ്പനയാണ്, അല്ലേ? ഈ 10 കൽപ്പനകളെക്കുറിച്ചാണ് അതുകൊണ്ട് നമ്മൾ കൂടുതലായി പഠിക്കുക. നിങ്ങൾ കുളിനീർ ഇടവകയിൽ നിന്ന് വന്നതാണ്, അല്ലേ? കുളിനീരെന്ന് പറയുന്ന പേര് തന്നെ ഒരു കുളിർമയുണ്ട്. അവിടെ തന്നെ കുളിക്കാൻ പറ്റിയ തോടുകൾ, പുഴകൾ ഒക്കെ ഉള്ളതുകൊണ്ടാണോ? ആരാ നിങ്ങളുടെ അച്ചമ്മ? എന്താണ് സാർ കുളിനീർ എന്ന പേര് കിട്ടാൻ കാര്യം എന്തായിരിക്കും? മൈക്കെടുത്ത് പറ. പിതാവ് അവിടെ കൂടുതൽ വെള്ളം ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങനെ ഒരു പേരിട്ടു. പിന്നെ ഒരു നമ്മുടെ മലമ്പ്രദേശമായതുകൊണ്ട് നല്ല ഒരു കുളിർമയുണ്ട്, നല്ല കാലാവസ്ഥയാണ് അവർ കുളിനീർ എന്ന് പേരിട്ടതെന്നാണ് പറഞ്ഞത്. ഏതാണെങ്കിലും ധാർമ്മികതയെ സംബന്ധിച്ച്, ഈ നിയമങ്ങളെ സംബന്ധിച്ച് ഇത് തന്നെയാണ് സത്യം. ഏതാണ്? ധാർമ്മികതയ്ക്ക് അപജയം ഉണ്ടാകാതിരിക്കാൻ ദൈവം ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ ഈ 10 കൽപ്പനകൾ. നമുക്കറിയാം ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ട കൽപ്പനയാണ് എങ്കിൽ പോലും ഈ കൽപ്പനകളിൽ പറയുന്ന വസ്തുതകൾക്ക് ഇന്നും കാലിക പ്രസക്തിയുണ്ട്. ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അവശ്യം പാലിക്കേണ്ട ചില അടിസ്ഥാന ധാർമ്മിക യാഥാർത്ഥ്യങ്ങളെയാണ് ഈ കൽപ്പനയിലൂടെ ദൈവം വെളിപ്പെടുത്തി തരുന്നത്, ഇല്ലേ? ഉദാഹരണം പറഞ്ഞാൽ കൊല്ലരുത് എന്ന് പറയുന്ന ആ കൽപ്പന കേവലം ഒരു മതപക്ഷത്ത് നിന്ന് വ്യാഖ്യാനം ചെയ്യപ്പെടേണ്ട കൽപ്പനയല്ല, മറിച്ച് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജാതി മത വർണ്ണ വർഗ ഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യൻ പാലിക്കേണ്ട ഒരു കൽപ്പനയാണ് കൊല്ലരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് അവശ്യം വേണ്ട കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഇതൊക്കെ ഒരു സമൂഹ ജീവിതത്തിന് അവശ്യം പാലിക്കപ്പെടേണ്ട കൽപ്പനകളാണ്. അതുകൊണ്ട് ഈ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് കേവലം ക്രിസ്ത്യാനികളുടെ കൽപ്പനകൾ, അതല്ല എങ്കിൽ യഹൂദരുടെ കൽപ്പനകൾ എന്ന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ കൽപ്പനകളായി പരിമിതപ്പെടുത്താനാവാത്ത വിധത്തിൽ അത് മനുഷ്യകുലത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അടിസ്ഥാനമായ കൽപ്പനകളാണ്. ലോകത്തിലെ മിക്കവാറും എല്ലാ നിയമവ്യവസ്ഥിതികളും അതുപോലെ പീനൽ കോഡുകളും വാസ്തവത്തിൽ ഈ 10 പ്രമാണങ്ങളെ വിവിധ വീക്ഷണകോണുകളിലൂടെ നോക്കിക്കണ്ടതിൻ്റെ ഫലമായി രൂപപ്പെടുത്തിയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ 10 കൽപ്പനകളെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒന്നാമതായി അത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മുഴുവനും അടിസ്ഥാനമാണ്.
ക്രിസ്തീയ ധാർമ്മികത എന്ത് എന്ന് ചോദിച്ചാൽ, പരമ്പരാഗതമായി ഈ ധാർമ്മികതയെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രമാണങ്ങളെ ആധാരമാക്കിയുള്ള ധാർമ്മികതയാണ്. പ്രമാണബദ്ധമായ ധാർമ്മികത എന്നാണ് ക്രിസ്തീയ ധാർമ്മികതയെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ ധാർമ്മികത അടിസ്ഥാനപരമായി 10 കൽപ്പനകളെ ആധാരമാക്കിയുള്ളതാണ്. എന്നാൽ ഈ ക്രിസ്തീയതയുടെയോ ഏതെങ്കിലും ഒരു മതപക്ഷത്തിൻ്റെയോ പരിമിതികൾക്കപ്പുറത്തേക്ക് പ്രസക്തിയുള്ളതാണ് ഈ കൽപ്പനകളിൽ കൈകാര്യം ചെയ്യുന്ന ധാർമ്മിക പ്രമേയങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ 10 കൽപ്പനകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് ഇന്നും വലിയ പ്രസക്തിയുണ്ട്. മോശയിലൂടെ ദൈവം ഈ കൽപ്പന നൽകി എന്ന് പറയുമ്പോൾ പുറപ്പാട് സംഭവത്തിനിടയിലാണ് ഈ കൽപ്പന നൽകപ്പെട്ടത് എന്ന് ന്യായമായും നമുക്ക് ഊഹിക്കാം. BC 1296-നും 1246-നും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെയാണ് പുറപ്പാട് യാത്രയുടെ കാലം എന്ന് പൊതുവെ ബൈബിൾ പണ്ഡിതരെ വിശേഷിപ്പിക്കുക. ആ കാലഘട്ടത്തിനിടയിൽ നൽകപ്പെട്ടു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഇതിൽ പറയപ്പെടുന്ന പല നിയമങ്ങളും അതിന് മുൻപേ തന്നെ ഈ മധ്യപൂർവ്വ ദേശങ്ങളിൽ നിലനിന്നിരുന്ന കൽപ്പനകളായിരുന്നു. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് തുടങ്ങിയ കൽപ്പനകൾക്കൊക്കെയും ഈ മധ്യപൂർവ്വ ദേശങ്ങളിൽ നിലനിന്നിരുന്ന നിയമസംഹിതകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സത്യം. ഉദാഹരണം പറഞ്ഞാൽ ഹമ്മുറാബി കോഡ്. ഹമ്മുറാബി എന്ന രാജാവ് എൻ്റെ കാലത്ത് നിലനിന്നിരുന്ന നിയമവ്യവസ്ഥകൾ ഇന്ന് ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ടെക്സ്റ്റുകളിൽ ലഭ്യമാണ്. അതായത് മധ്യപൂർവ്വ ദേശങ്ങളിലെ ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ്. ആ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന നിയമവ്യവസ്ഥിതികളിൽ ചിലതിനോടെങ്കിലും ഈ 10 കൽപ്പനകൾക്ക് സാദൃശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ 10 കൽപ്പനകൾ ദൈവം മോശയ്ക്ക് കൽപ്പലകളിൽ എഴുതി നൽകി എന്ന് പറയുമ്പോൾ അത് ശൂന്യതയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിൻ്റെ നിയമമായി നൽകപ്പെട്ടു എന്ന അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് ദൈവം അനേകം വഴികളിലൂടെ തൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച നിയമങ്ങൾ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ അവയെ ലിഖിത രൂപത്തിൽ തൻ്റെ തന്നെ കയ്യൊപ്പോടുകൂടി മോശ വഴി നൽകി എന്ന അർത്ഥത്തിലാണ് ഈ കൽപ്പനകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയുക. തീർച്ചയായും ഈ കൽപ്പനകളെക്കുറിച്ചുള്ള പഠനം നമ്മുടെ ധാർമ്മിക ജീവിതത്തിന് തികച്ചും അനിവാര്യമാകയാൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ കാര്യക്ഷമമായി നാം നടത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ ചർച്ചകളിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾ ക്രമീകരിക്കുകയും തുടർന്നുള്ള സെഷനിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യാവുന്നതാണ്. ദൈവകൽപ്പനകളെക്കുറിച്ച് പിതാവ് നല്ല ഒരു ആമുഖ ക്ലാസ് നമുക്ക് നൽകി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചർച്ചകൾ നടത്തുവാനായിട്ട് പോകുകയാണ്. നമ്മൾ ഇപ്പോൾ കേട്ട കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ കൽപ്പനകളെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾ നമ്മളിപ്പോൾ രൂപീകരിച്ച് പിതാവിനോട് നമ്മൾ ചോദിക്കുന്നു. നമ്മൾ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് ചർച്ചകൾ അവസാനിപ്പിക്കാം. നല്ല ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്ത് രൂപീകരിച്ച ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പിതാവിനോട് ചോദിക്കുകയാണ് കേട്ടോ. ഓക്കെ, ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, വിൽസൺ സാറാണ്. ഓക്കെ, സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. ദൈവം മോശ വഴി 10 കൽപ്പനകൾ നൽകിയെന്ന് പഴയ നിയമത്തിൽ നാം വായിക്കുന്നു. 10 കൽപ്പനകൾ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതും നമ്മളിപ്പോൾ പഠിക്കുന്നതുമായിട്ട് കുറച്ച് വ്യത്യാസം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റം വന്നത്? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ 1-ാം പ്രമാണമായിട്ട് കാണുന്നത്, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടി ജലത്തിലോ ഉള്ള ഒന്നിനെയും
പ്രതിമയോ രൂപമോ നീ നിർമ്മിക്കരുത്, അവയുടെ മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഈ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇപ്പോൾ ഒഴിവാക്കിയതായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായതെന്ന് അങ്ങൊന്ന് വിശദീകരിക്കാമോ? യെസ്, വിൽസൺ സാറിൻ്റെ ചോദ്യം പലരും ഉന്നയിക്കാറുള്ള ചോദ്യമാണ്. പ്രത്യേകിച്ച് ചില ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വലിയ കലാപങ്ങൾ ഉയർത്താറുമുണ്ട്. കത്തോലിക്കാ സഭ പ്രമാണത്തിൽ വെള്ളം ചേർത്തു എന്നൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആരോപണം. വാസ്തവത്തിൽ പ്രമാണങ്ങളെക്കുറിച്ച് പല പാരമ്പര്യങ്ങൾ പഴയ നിയമത്തിലുണ്ട് എന്ന് നമുക്കറിയാം. പഞ്ചഗ്രന്ഥിയിൽ തന്നെ 2 പാരമ്പര്യങ്ങളുണ്ട്. ഒന്ന് പുറപ്പാട് പുസ്തകത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പാരമ്പര്യവും മറ്റൊന്ന് നിയമാവർത്തന ഗ്രന്ഥം അവതരിപ്പിക്കുന്ന പാരമ്പര്യം. ഇത് രണ്ടുമാണ് 10 കൽപ്പനകളെക്കുറിച്ചുള്ള നേരിട്ട് വിവരണങ്ങളുള്ള വചനഭാഗം എന്ന് നിങ്ങൾക്കറിയാം. ഈ 2 പാരമ്പര്യങ്ങൾ തമ്മിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പ്രവാചകന്മാരിൽ എത്തുമ്പോൾ 10 കൽപ്പനകളെ അവതരിപ്പിക്കുന്നതിൽ കൂടുതൽ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഈ പുറപ്പാട് പുസ്തകത്തിലെ ഈ വ്യത്യാസങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന 10 കൽപ്പനയുമായിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ വിൽസൺ സാറ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ 1-ാം കൽപ്പന തന്നെ, നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത്, നീ ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ സമുദ്രത്തിലോ ഉള്ള യാതൊന്നിൻ്റെയും രൂപങ്ങൾ നിർമ്മിച്ച് ആരാധിക്കരുത് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് 2-ാമത്തെ ഒരു പ്രമാണമാണോ അതോ 1-ാം പ്രമാണത്തിൻ്റെ വ്യാഖ്യാനമാണ്? ചില പാരമ്പര്യങ്ങൾ അല്ല ചില സഭകൾ ഇതിനെ 2-ാമത്തെ പ്രമാണമായിട്ട് അവതരിപ്പിക്കും. അത് 2-ാം പ്രമാണമല്ല. കത്തോലിക്കാ സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് അത് 1-ാം പ്രമാണത്തിൻ്റെ വ്യാഖ്യാനമാണ്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ വേറൊരു ദൈവവും നിനക്കുണ്ടാകരുത്. ഈ കൽപ്പനയ്ക്ക് ദൈവം കൊടുത്ത വ്യാഖ്യാനമാണ് ഈ 2-ാം ഭാഗം എന്ന് പറയുന്നത്. 2-ാമത്തെ കൽപ്പനയ്ക്കും ഇതുപോലെ വ്യാഖ്യാനമുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കരുത്, എന്തെന്നാൽ അവിടുത്തെ നാമം പരിശുദ്ധമാണ്, ആ തിരുനാമത്തെ എല്ലാവരും ആദരിക്കേണ്ടതാണ് എന്നുള്ള വ്യാഖ്യാനം അവിടെ കാണാൻ വേണ്ടി സാധിക്കും. 3-ാം കൽപ്പനയ്ക്ക് ഇതുപോലെ വ്യാഖ്യാനമുണ്ട്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചു എന്ന വ്യാഖ്യാനം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൽപ്പനയെ സംബന്ധിച്ച് മാത്രമല്ല പല കൽപ്പനകളെക്കുറിച്ചും വ്യാഖ്യാനമുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് കൊടുത്ത വ്യാഖ്യാനമാണേത്, നീ നല്ല കാലത്തോളം ഭൂമിയിലായിരിക്കാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ആദരിക്കണം. അത് ഈ പ്രമാണത്തിൻ്റെ ഭാഗമാണോ വ്യാഖ്യാനമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ തർക്കം. വ്യാഖ്യാനങ്ങളെ വ്യാഖ്യാനങ്ങളായും കൽപ്പനകളെ കൽപ്പനകളായും സ്വീകരിക്കുക എന്ന കൃത്യമായ നിലപാടാണ് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകളുടെ വിശ്വാസ പ്രമാണത്തിൽ അല്ലെങ്കിൽ അവരുടെ മതബോധനത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്നു. ഇനി കത്തോലിക്ക സഭയിൽ ഈ രൂപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിനെ ഇങ്ങനെ കൽപ്പന തിരുത്തിയത് എന്നുള്ളതാണ് ഒരു വാദം. അത് ശരിയായ വാദമല്ല. കാരണം എന്താണ്? ഈ രൂപങ്ങൾ നിർമ്മിക്കുന്നതിനെ ദൈവം എതിർക്കുമല്ല. ഇത് രൂപങ്ങൾ നിർമ്മിക്കരുതെന്ന് പറഞ്ഞ ദൈവം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ജെറുസലേം ദേവാലയം പണിയപ്പോൾ കെരൂബുകളുടെ രൂപങ്ങൾ കൊത്തിവയ്ക്കാൻ പറയുന്നുണ്ട്, പലതരം മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപങ്ങൾ കൊത്താൻ പറയുന്നുണ്ട്, അല്ലേ? രൂപങ്ങളില്ലാതെ മനുഷ്യൻ എന്തെങ്കിലും നിർമ്മിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കസേര അതൊരു രൂപമാണ്. ഇതിൻ്റെ കൈ എന്ന് പറയുന്നത്, ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത് ചതുര രൂപത്തിലുള്ളതാണ്, ഇല്ലേ? അപ്പോൾ ഒരു രൂപം ഉണ്ടാക്കാൻ മേലെങ്കിൽ ഈ കസേര ഉപയോഗിക്കാൻ പറ്റിയല്ല. ഒരിക്കൽ ഒരു പാസ്റ്റർ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് വളരെ കഠിനമായി വാദിച്ചു. ചോറുണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വാദം എന്നോട് ഉന്നയിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് പാസ്റ്ററെ, ഒരു രൂപം ഉണ്ടാക്കാൻ മേലെങ്കിൽ പാസ്റ്റർ ഇങ്ങനെ ഉരുട്ടിയാണ് ചോറുണ്ണുന്നത്, ഈ ഉരുളയാക്കി തരുന്നത്. ഇതും പാപമാണ്. കാരണം എന്താ? ചോറിങ്ങനെ ഉരുട്ടുക എന്ന് പറയുന്നത്
ഒരു രൂപം നിർമ്മിക്കലാണ്. ഈ ഉരുണ്ട ഒരു രൂപം ഉണ്ടാക്കുന്നത്, എന്നിട്ട് പാസ്റ്റർ അത് വിഴുങ്ങുവാണ്. അത് ശരിയാണ്. അതുകൊണ്ട് രൂപങ്ങൾക്കെതിരെ അല്ല, ആ കൽപ്പനയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ഉണ്ടാക്കി അവയെ ആരാധിക്കുന്നതാണ് പാപം, അല്ലേ? അവയെ ആരാധിക്കുന്നതിനെയാണ് ദൈവം വിലക്കുന്നത്. അത് ഈ അപ്പസ്തോലിക സഭകളെല്ലാം രൂപങ്ങൾ ആരാധനാപാത്രങ്ങളല്ല, ആരാധിച്ചാൽ അത് വിഗ്രഹാരാധനയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നും നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരത്തിലൊരു വിവാദം പലപ്പോഴും അനാവശ്യമാണ്. ഇത് മാത്രമല്ല സഭ തിരുത്തിയിട്ടുള്ളത്, ചില ഭേദഗതികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഉദാഹരണമായി 9ഉം 10ഉം പ്രമാണങ്ങളെക്കുറിച്ച് ചില സംശയങ്ങളുണ്ട്. 9ആം പ്രമാണം എന്താണ്? അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. അതേസമയം 10ആം പ്രമാണം അന്യൻ്റെ വസ്തു മോഹിക്കരുതെന്ന്. യഥാർത്ഥത്തിൽ ബൈബിളിലുള്ളത് വായിച്ചാൽ എങ്ങനെയാണ്? അന്യൻ്റെ കാളയെയോ കഴുതയെയോ ഭാര്യയെയോ നീ മോഹിക്കരുത് എന്നാണ്, അല്ലേ? ഇന്ന് ആ കൽപ്പന പറഞ്ഞ ചേട്ടത്തിമാർ ചൂലിന് നേരിടും. കാരണം എന്താ? കാളയുടെയും കഴുതയുടെയും കൂടെ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്നത് ശരിയാണോ? അതെയോ? അല്ല. അതുകൊണ്ട് സഭ എന്ത് ചെയ്തു? സ്ത്രീയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നും അന്യൻ്റെ വസ്തുക്കളെ മോഹിക്കരുത് എന്നുള്ളതും വേർപിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അത് കൽപ്പനയുടെ തിരുത്തലോ കൽപ്പനയ്ക്ക് ഭേദഗതി വരുത്തുന്നതോ അല്ല. ഒരു കൽപ്പനയെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സഭ നടത്തുന്ന ശ്രമമാണത് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. വ്യക്തമായല്ലോ അല്ലേ? അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ധന്യ സിസ്റ്ററാണ്. സിസ്റ്റർ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ സംശയം ഇതാണ്. മതബോധന ഗ്രന്ഥം 2066 നമ്പറിൽ കൽപ്പനകളുടെ വിഭജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: വിശുദ്ധ അഗസ്തീനോസിൻ്റെ വിഭജനവും ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ വിഭജനവും. ഈ വിഭജനത്തിന് കാരണം എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? യെസ്, മതബോധന ഗ്രന്ഥം ഇപ്രകാരം ഒരു വിഭജനത്തെക്കുറിച്ച് വലിയ ഊന്നൽ കൊടുത്തൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം. സിസ്റ്റർ വളരെ സൂക്ഷ്മമായി വായിച്ചതുകൊണ്ട് അങ്ങനെ ഒരു വിഭജനം എന്നുള്ള വാക്ക് കണ്ടെത്തിയതാണ്. വാസ്തവത്തിൽ ഇപ്രകാരം ഒരു വിഭജനം എന്ന് പറയുമ്പോൾ അതൊരു ഊന്നലുകളിലെ വ്യത്യാസമാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ഈ 10 പ്രമാണങ്ങളെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ഇവയെ വിശകലനം ചെയ്തു എന്നുള്ളതാണ്. വിശ്വാസത്തിന് വിരുദ്ധമായി, വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന പരിണിത ഫലങ്ങളായി പ്രമാണങ്ങളിലെ വീഴ്ചകളെ അവതരിപ്പിക്കുകയും ചെയ്തു. വിശ്വാസത്തെ ആധാരമാക്കിയ വിഭജനമായിരുന്നുവെങ്കിൽ ഗ്രീക്ക് പിതാക്കന്മാർ ഇതിനെ ധാർമ്മികതയുടെ അടിസ്ഥാനമായിട്ട് വിഭജിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പുലർത്തേണ്ട ധാർമ്മികത, മനുഷ്യനോട് പുലർത്തേണ്ട ധാർമ്മികത എന്നുള്ള ഒരു വ്യത്യാസത്തോടു കൂടിയാണ് ഇത് അവതരിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം. ഏതാണെങ്കിലും ഇത് അടിസ്ഥാനപരമായി അത്ര വലിയ വ്യത്യാസമാണോ എന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ ഊന്നലുകളിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുതാപരം. അടുത്ത ചോദ്യം ആരാണ്? ബീന ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, ദൈവം മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് കൽപ്പലകളിലാണെന്നാണ് വചനം പറയുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു തരാമോ? യെസ്, കൽപ്പലകൾ എഴുതി എന്ന് പറഞ്ഞിട്ടും ടീച്ചർക്ക് വിശ്വാസം വരുന്നില്ല. അതിന് ഇനി അത് യഥാർത്ഥമാണോ എന്ന സംശയം, അല്ലേ? ഈ സംശയം ഒഴിവാക്കാൻ വേണ്ടിയാണ് ദൈവം ശരിക്കും കല്ലേ തന്നെ എഴുതി തന്നത്, അല്ലേ? വല്ല മണലിലൊക്കെ എഴുതിയായിരുന്നേ മാഞ്ഞു പോയെന്ന് പറയായിരുന്നു. കൽപ്പലകളിൽ എഴുതി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, ആ കാലഘട്ടത്തിലെ എഴുത്ത് രീതി അതാണ്. കല്ലേൽ കൊത്തി വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജശാസനങ്ങൾ, മാറ്റാൻ പാടില്ലാത്ത കൽപ്പനകൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് കല്ലേൽ കൊത്തി വയ്ക്കുന്നത്. അത് ആ കാലഘട്ടത്തിലെ ഒരു എഴുത്ത് രീതിയാണ്. രാജകൽപ്പനകൾ അറിയിക്കുന്ന, എല്ലാവരും മാറ്റം കൂടാതെ അനുസരിക്കേണ്ട യാഥാർത്ഥ്യങ്ങളെ അറിയിക്കുന്നത് കല്ലേൽ കൊത്തിയാണ്, അല്ലേ? കല്ലേൽ പിളർക്കുന്ന വിളംബരം എന്നൊക്കെ പറയുമല്ലോ എന്ന് മലയാളത്തിൽ തന്നെ ചൊല്ലുണ്ട്. അതായത് കല്ലേൽ കൊത്തി വയ്ക്കുന്ന
ശിലാഫലകങ്ങൾ എന്നൊക്കെയുള്ള പദം തന്നെ ഉണ്ടായി വന്നത് അങ്ങനെയാണ്. അപ്പോൾ ആരംഭ കാലഘട്ടങ്ങളിലെ എഴുത്തുകളൊക്കെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന എന്താ? ഇല്ലൻ്റെ എഴുതിയാൽ നിൽക്കുമോ? ഇല്ല. ഇന്ന് നമുക്ക് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുന്ന ശിലാഫലകങ്ങളിലെ എഴുത്തുകൾ എന്നൊക്കെ പറയുന്നത് അന്ധകാലത്ത് എഴുതപ്പെടുന്ന രീതി കല്ലുകളിലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമതായി ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പന. കല്ലിൽ ഒരു കാര്യം കൊത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് തൂത്ത് കളയാൻ പറ്റില്ല. സ്ലേറ്റിൽ എഴുതിയാൽ മായ്ക്കാം, അല്ലേ? പേപ്പറെ പേന കൊണ്ട് എഴുതിയാൽ വെട്ടിക്കളയാം. പക്ഷേ കല്ലിൽ ഉളി ഉപയോഗിച്ച് കൊത്തി എഴുതിയാലോ പിന്നെ മായ്ക്കാൻ പറ്റിയല്ലോ. അതിർത്തിക്കല്ല് എന്ന് പറയുന്നത് പോലെ മാറ്റാൻ പറ്റാത്തതാണ്. അത് ആ കൽപ്പനയുടെ സ്ഥായി സ്വഭാവത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമതൊരർത്ഥം വേണമെങ്കിൽ അതിന് പറയാവുന്ന ജെറമ്യാ പ്രവാചകൻ അതിന് പറയുന്നുണ്ട്. കൽപ്പനകൾ എഴുതിയതിന് പകരം ദൈവം ഹൃദയത്തിൽ കൽപ്പനകൾ എഴുതുന്നു എന്ന് പറയുന്നു, അല്ലേ? എന്ന് പറയുന്ന കൽപ്പനകൾ എഴുതി എന്ന് പറഞ്ഞാൽ ഒരു നിയമവ്യവസ്ഥിതിയെ ഒരു സമൂഹത്തിന് വേണ്ടി എഴുതപ്പെട്ടു. പക്ഷെ പിന്നീട് ദൈവം ഈ കൽപ്പലകകളിൽ നിന്ന് മാറ്റി ഇവയെ എങ്ങോട്ടെഴുതി? ഹൃദയത്തിൽ എഴുതുന്നു. അപ്പോൾ ദൈവം ഹൃദയത്തിൽ എഴുതുന്ന മനുഷ്യൻ്റെ ആന്തരികതയുടെ നിയമമാക്കി മാറ്റുന്നതിന് ഒരുക്കമായിട്ട് ആദ്യം കല്ലേൽ എഴുതി തന്നു എന്നും വേണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കാവുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ഡെൽസി ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 18-ാം വാക്യത്തിൽ സീനായി മലയിൽ വെച്ച് ഉടമ്പടികളുടെ 2 പ്രതികൾ കൽപ്പലകളിലാക്കി കൊടുത്തിരിക്കുന്നത് കാണപ്പെടുന്നു. ഈ 2 പ്രതികൾ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൽപ്പനകളുടെ 2 പ്രതികൾ എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൽ എഴുതിയിട്ട് തീരാഞ്ഞിട്ട് വേറൊരു കല്ലിലൂടെ എഴുതി എന്നുള്ളതായിരിക്കാം. അതായത് ഈ കൽപ്പലകളിൽ എഴുതിയപ്പോൾ ഈ 2 കൽപ്പലകളിലായിട്ടാണ് ഇത് എഴുതിയത് എന്നാണ് പുറപ്പാട് ഗ്രന്ഥം പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ കൽപ്പലകളിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തുടർന്നുള്ള കൽപ്പലകളിൽ എന്താണ് മനുഷ്യ വ്യക്തികൾ തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചുമുള്ള 2 കൽപ്പലകളാണ് എഴുതപ്പെട്ടത് എന്നാണ് പരമ്പരാഗത വിശ്വാസം. ആ അർത്ഥത്തിലാണ് 2 പ്രതികൾ എഴുതപ്പെട്ടു. 2 കൽപ്പലകളിൽ എഴുതി എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ ആ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. വ്യക്തമായല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവിന് ശാലോം ടിവിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നല്ല ചോദ്യങ്ങൾ ചോദിച്ച കുളിനീർ സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ശാലോം ടിവിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.